ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ കണ്ണെടുക്കാതെ കണ്ടോളൂ. ഞാനൊരു ചട്ടിയിലോട്ട് 2 കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്കും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഒരല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കണം. ഏത് റൈസ് വേണേലും എടുക്കാം. ഞാനിവിടെ ഗീ റൈസ് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്, നെയ്ച്ചോറ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ആ ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ ഫ്ലേവർ റൈസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ബട്ടർ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിഫിൻ ബോക്സിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിത് ടിഫിനിലോട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് തനിയെ ഈ റൈസ് മാത്രം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ സ്മെല്ലിങ്ങനെ അടിച്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചെറുതായിട്ട് മുറിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. അതും കൂടി വെച്ചിട്ട് നമ്മളിവിടെ ടിഫിൻ ബോക്സ് റെഡിയാക്കി. ഇനി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത ആപ്പിളും കൂടി കൊടുത്താൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി.